US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള സംഘർഷത്തിന് ശേഷം ഒരു നിർണായക ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ്. അമേരിക്കൻ പിന്തുണയില്ലാതെ യുക്രൈന് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കും? സഹായം നിർത്തലാക്കാനും യുക്രൈനുമായുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടുന്നത് നിർത്തലാക്കാനുമുള്ള ട്രംപിന്റെ തീരുമാനം യുക്രൈനെ ദുർബലമായ അവസ്ഥയിലേക്കാക്കി. യുക്രൈനിയൻ സൈന്യം ഇപ്പോഴും റഷ്യക്കെതിരെ നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ പ്രതിരോധം നിലനിർത്താനുള്ള അവരുടെ കഴിവ് അനിശ്ചിതത്വത്തിലാണ്. യുക്രൈനിയൻ ഇന്റലിജൻസിന്റെ അഭിപ്രായത്തിൽ നിലവിലുള്ള US സപ്ലൈകൾ 2-3 മാസത്തിനുള്ളിൽ തന്നെ തീർന്നു പോകാനുള്ള സാധ്യതയുമുണ്ട്. ഇത് റഷ്യൻ മുന്നേറ്റങ്ങളെ ചെറുക്കാനുള്ള രാജ്യത്തിന്റെ കഴിവിനെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുകയും ചെയ്തു. കീവ് ഡ്രോണുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും വെടിമരുന്നിന്റെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും കുറവ് ഉടൻ തന്നെ റഷ്യക്ക് അനുകൂലമാകുമെന്നും യുക്രൈനിയൻ പ്രധാനമന്ത്രി ഡെനിസ് ഷിൻഹാൽ മുന്നറിയിപ്പ് നൽകി. US നൽകുന്ന HIMARS റോക്കറ്റ് സംവിധാനങ്ങളും പാട്രിയറ്റ് വ്യോമ പ്രതിരോധ ബാറ്ററികളും യുക്രൈനിന്റെ പ്രതിരോധ തന്ത്രത്തിൽ വളരെയധികം നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. പകരക്കാരുടെ സഹായമില്ലാതെ പ്രധാന നഗരങ്ങളിൽ റഷ്യ നടത്തുന്ന മിസൈൽ ആക്രമണങ്ങളെ ചെറുക്കാൻ യുക്രൈൻ വളരെയധികം പാടുപെടുന്നുണ്ട്. 2022 യുദ്ധം ആരംഭിച്ചതിനു ശേഷം US $66 ബില്യൺ സഹായം നൽകുകയും ചെയ്തു. ഇത് യുക്രൈന്റെ സൈനിക ശ്രമങ്ങളെ നട്ടെല്ലായി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കൻ പിന്തുണ വിച്ഛേദിക്കപ്പെട്ടതിനാൽ യൂറോപ്പ് യുക്രൈൻ മാത്രം പ്രതിരോധിക്കാനുള്ള സാധ്യത അഭിമുഖീകരിക്കുന്നുണ്ട്. അത് പൂർണ്ണമായും തയ്യാറാകാൻ സാധ്യതയില്ലാതായിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. യൂറോപ്പിന്റെ പ്രതികരണം എങ്ങനെയാണ്? ഈ സാഹചര്യത്തിൽ തയ്യാറാകാൻ യൂറോപ്യൻ രാജ്യങ്ങളോട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അഭ്യർത്ഥിച്ചു. നിഷ്ക്രിയത്തെ ഭ്രാന്തെന്ന് വിളിച്ച് യൂറോപ്യൻ യൂണിയനിലെ ഏക ആണവശക്തിയായ ഫ്രാൻസ് പ്രാദേശിക സുരക്ഷയിൽ തങ്ങളുടെ പങ്ക് വിപുലീകരിക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നു. യുക്രൈനെയും യൂറോപ്പിനെയും സംരക്ഷിക്കാൻ ഫ്രാൻസിന്റെ ആണവ പ്രതിരോധം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് മാക്രോൺ സൂചന നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം സൈനിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിനായി യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ അടിയന്തര ചർച്ചകൾ നടത്തുന്നുണ്ട്. ചർച്ചകൾ നടക്കുമ്പോൾ സമയം അതിക്രമിക്കുകയും ചെയ്തു. അധിക സഹായം യുദ്ധക്കളത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ യുക്രൈനത്തിന്റെ പരിമിതമായ വിഭവങ്ങൾ എങ്ങനെ സംരക്ഷിക്കാമെന്ന് കഠിനമായ തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിതരാകാനുള്ള സാധ്യതയുമുണ്ട്. റഷ്യ ആക്രമണം തുടരുകയും ഇപ്പോൾ US പിന്തുണ ഇല്ലാതാകുകയും ചെയ്തതോടെ യുക്രൈൻ ഒരു വഴിത്തിരിവിലാണ്. അടുത്ത കുറച്ച് മാസങ്ങൾ യുദ്ധത്തിന്റെ സഞ്ചാരപഥവും യുക്രൈനിന്റെ നിലനിൽപ്പും വളരെയധികം നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്.